എന്തുകൊണ്ടാണ് ഭഗവത്ഗീത ഏറ്റവും കൂടുതലായി നിഷ്കാമ കർമ്മത്തെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യുന്നത്? നിങ്ങൾ പ്രവൃത്തി ചെയ്യൂ, പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ യാതൊരു രീതിയിലും പ്രതീക്ഷിക്കേണ്ട. കർമ്മം ചെയ്യുക മാത്രമാണ് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളത്. കർമ്മഫലം നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. അതിനെക്കുറിച്ച് ടെൻഷൻ വേണ്ട. ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് അതിൻ്റെ അടിത്തറ. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു രീതിയിൽ കാര്യത്തെ കാണണമെന്ന് ഭഗവാൻ പറഞ്ഞത്? രണ്ട് കാരണങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തെ കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് കാരണമായിട്ടുള്ള ഒരു രഹസ്യമാണ്. അത് ഇനി വരുന്ന ഏതെങ്കിലും വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യും. രണ്ടാമത്തെ കാരണം വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാരണമാണ്. നിങ്ങൾ ആലോചിക്കൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കണം എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആ പ്രവൃത്തിയെ വിജയിപ്പിക്കാൻ പറ്റില്ല. കാരണം ആ മൊമെൻറ്റിൽ, റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുന്ന ആ മൊമെൻറ്റിൽ നമ്മുടെ ഉള്ളിൽ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു ഫീലിംഗ് വരാൻ തുടങ്ങും. എന്ത് സംഭവിക്കും? റിസൾട്ട് നന്നായിട്ടുണ്ടെങ്കിൽ എനിക്ക് വരാൻ പോകുന്ന നന്മകൾ എന്തൊക്കെയാണ്? റിസൾട്ട് മോശമായാൽ എന്തൊക്കെയായിരിക്കും അതിലൂടെ വരുന്ന മോശമായ എക്സ്പീരിയൻസുകൾ? ഉദാഹരണത്തിന്, വലിയൊരു സ്റ്റേജിൽ നിങ്ങളോടൊരു പാട്ട് പാടാൻ പറയുകയാണ്. നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയാം, നിങ്ങൾ പാട്ട് പാടുന്നൊരു വ്യക്തിയും കൂടിയാണ്. പക്ഷേ അത് അവതരിപ്പിക്കുന്നത് വലിയൊരു സദസ്സിലാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ പോലുള്ള വലിയ വ്യക്തികളുടെ മുമ്പിലാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ സംഘാടകർ നിങ്ങളോട് പറയാണ്, യാതൊരു രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ വരരുത്, എത്ര വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാലും ആ റിസൾട്ടിനെ കുറിച്ചിട്ടുള്ള ചിന്ത വരുന്ന നിമിഷം തന്നെ നിങ്ങൾ വളരെയധികം ആൻഷ്യസ് ആവും. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പാട്ടിനെ ബാധിക്കും. അതേസമയം നിങ്ങളുടെ സൗഹൃദമായ ഒരു അന്തരീക്ഷത്തിൽ സുഹൃത്തുക്കളൊപ്പം ഇരുന്ന് നിങ്ങൾ ഒരു പാട്ട് പാടുകയാണെങ്കിൽ അവിടെ റിസൾട്ട് അല്ല, ആ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും അതിനകത്തേക്ക് ലയിച്ച് പാടുകയും പൂർണ്ണമായിട്ടും ആ പാട്ട് നിങ്ങൾ തന്നെ അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആസ്വദിച്ചുകൊണ്ടായിരിക്കും പാടുന്നുണ്ടാവുക. ഇത് തന്നെയാണ് ഭഗവാൻ പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ആ പ്രവൃത്തിയെ എൻജോയ് ചെയ്ത് അതിൽ മുഴുകി വളരെ ആനന്ദത്തോടു കൂടി മുന്നോട്ട് പോകുക. അങ്ങനെ പോയാൽ തീർച്ചയായിട്ടും റിസൾട്ട് അതിഗംഭീരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെ പ്രവൃത്തിയിലാണോ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ആ പ്രവൃത്തിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യൂ. റിസൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നന്നായിട്ട് വന്നുകൊള്ളൂ.